യെസ്, അപ്പോൾ കരിക്കകം ചാമുണ്ടേശ്വരി ദേവീക്ഷേത്ര സന്നിധിയിൽ ഉത്സവം അങ്ങനെ പൊട്ടിക്കയറുകയാണ്. ഇന്ന് രണ്ടാം ദിവസമാണ്. 7 ദിവസമാണ്. അതെ, 7 ദിവസം നീണ്ട ഉത്സവത്തിൽ മാർച്ച് 30-നാണ് ദേവിയുടെ പൊങ്കാല. രാവിലെ 10:15-നാണ് പൊങ്കാല ആരംഭിക്കുക. അപ്പോൾ ശരിക്കും ഇവിടുത്തെ പൊങ്കാല ഏറെ പ്രസിദ്ധമാണ്. നമ്മൾ നേരത്തെ തന്നെ അത് പറഞ്ഞതാണ്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത പൊങ്കാല കരിക്കകം പൊങ്കാലയാണ്. അപ്പോൾ ഈ വ്രതം അനുഷ്ഠിച്ച് കാത്തിരുന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുമ്പോൾ തന്നെ വ്രതശുദ്ധിയോടെ സ്ത്രീ ഭക്ത ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരിടമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതിൻ്റെ കാത്തിരിപ്പിൽ തന്നെയാണുള്ളത്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ നമുക്ക് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. പക്ഷെ അതിനു മുൻപ് വീണ്ടും രാഷ്ട്രീയ വാർത്തകളിലേക്ക് പോകണം അല്ലേ? തെരഞ്ഞെടുപ്പ് ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കടമയാണ്. ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി ചോദിച്ചാൽ ഒരിക്കലും അത് മാറത്തില്ല. വിഖ്യാതമായ കടക്ക് പുറത്ത്, അതിനുശേഷം അതാണ് പിണറായി വിജയൻ. അതെ അതെ, ഇപ്പൊ രണ്ടാമത്തെയും കൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വന്നിട്ടുണ്ട്. എന്താണ്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള രണ്ടാമത്തേതായി. ഇന്നിപ്പോ മൂന്നാമത്തേത് വരുന്നുണ്ടല്ലേ? മൂന്നാമത്തേത് വരുന്നില്ലേ? അതെ അതെ. അതായത് എന്താണ്, ഇടുക്കിയിലും സദസ്സിനോട് ദേഷ്യപ്പെട്ട് കയർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒച്ചയുണ്ടാക്കിയാൽ ഞാൻ വർത്തമാനം വേഗത്തിൽ നിർത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. പീരുമേട് നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സംഭവം. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതാണ് പിണറായി വിജയൻ അസ്വസ്ഥനാക്കിയത്. രാഷ്ട്രീയ നേതാവൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മുദ്രാവാക്യം വിളി കേൾക്കണ്ടേ? അത്രയ്ക്ക് ഇതൊക്കെ മടുത്തുവെങ്കിൽ വീട്ടിലിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ജനങ്ങൾക്കും മടുത്തു. അപ്പോൾ നമുക്ക് ആ പ്രതികരണം കേൾക്കാം. സുബിൻ തോമസ് ഒപ്പം ചേരുകയാണ്. സുബിൻ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹം വളരെ അമർഷത്തോടെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇതിപ്പോൾ ഇടുക്കിയിലും സമാനമായ പരാമർശം ഉണ്ടാകുന്നു. നിങ്ങൾ ബഹളം വെച്ചാൽ ഞാൻ സംസാരിച്ച് നിർത്തിപ്പോവും. അപ്പോൾ ആർക്ക് കേൾക്കാനാണ്? സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക എന്നതിനപ്പുറം ഒന്നുമില്ല. അങ്ങ് ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അങ്ങ് ആൾക്കാരെ കേൾക്കണം. ഈ ആർപ്പുവിളി, ഈ മുദ്രാവാക്യം വിളി, യെസ്, അപ്പോൾ സുബിൻ തോമസിലേക്ക് നമുക്ക് എത്താം. ശാലിനി കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം എന്താണെന്ന്. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ഇപ്പോൾ പല ജനപ്രതിനിധികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉറക്കമില്ലാതെ പാഞ്ഞ് നടക്കാറുണ്ട്, ചിലർ പരാതികൾ സ്വീകരിക്കാറുണ്ട്, പലരും പല വഴിക്കാണ്. എന്തായാലും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ ഫോൺ എടുത്ത് മറുപടി പറയാനും ആ പ്രശ്നം പരിഹരിക്കാനും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് നിർത്തിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ആരോടാണ്? നിങ്ങളുടെ തന്നെ പ്രവർത്തകരോട് നിങ്ങളിങ്ങനെ പെരുമാറിയാൽ പിന്നെ പൊതുജനത്തെ നിങ്ങൾ എങ്ങനെ ഏറ്റുവാങ്ങാനാണെന്ന ചോദ്യം സ്വാഭാവികമല്ലേ ശാലിനി? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. എത്ര കോടികൾ ഇറക്കി വെള്ളപൂശാൻ ശ്രമം നടത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥ രൂപം അത് പുറത്തു വരുമെന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കണ്ടിട്ടുള്ളത്. ഇടുക്കിയിൽ സ്വന്തം പ്രവർത്തകനാണ്, CPM-ൻ്റെ പ്രവർത്തകനാണ്, ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പ്രസംഗത്തിനിടെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും മറ്റു ചിലരാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ പ്രസംഗത്തിന് ശേഷം സംസാരിക്കാമെന്ന് പറയുന്ന വ്യക്തികളായി നമ്മൾ കണ്ടിട്ടുള്ളൂ. പൊതുപ്രവർത്തകർക്കിടയിൽ ജീവിക്കുന്ന യഥാർത്ഥ പൊതുപ്രവർത്തകർ ചെയ്യുന്നത് അത്തരത്തിലാണ്. പക്ഷേ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കൂ എന്നുള്ളതാണ്. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളെ അടക്കം ചില യോഗങ്ങളിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ കടക്ക് പുറത്ത് പറഞ്ഞ മുഖ്യമന്ത്രി. അതേസമയം തന്നെ ചില യൂട്യൂബേഴ്സിനെയൊക്കെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് സിനിമാ ഡയലോഗ് പറയുന്ന, ചിരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളായി മുഖ്യമന്ത്രിയുടെ രണ്ട് മുഖങ്ങൾ അടുക്കടുക്ക് ദിവസങ്ങളിൽ പുറത്തു വരുന്ന കാഴ്ചകളാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ കണ്ടിട്ടുള്ളത്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാതിരാത്രിയിലും നേരം പുലർച്ചെയും ഉറക്കമില്ലാതെയും ഒക്കെ പണിയെടുക്കുന്നവരാണ് പൊതുപ്രവർത്തകർ. അത് പണിയെന്ന് പറയാൻ പറ്റില്ല, ഒരു സർവീസ് പോലെ ചെയ്യുന്നവരാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വേദികളിൽ പ്രസംഗം നിർത്തിപ്പോകും, തനിക്ക് ഇവിടെ പറ്റില്ല, അല്ലെങ്കിൽ തന്നോടാരും ചോദ്യം ചോദിക്കേണ്ട, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ തനിക്ക് സൗകര്യമില്ല, വീട്ടിൽ പോയി ചോദിക്കൂ എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ മുതിർന്ന CPM നേതാക്കൾക്ക് പോലും അവിടെ ഒന്നും പറയാൻ സാധിക്കാത്ത
സാഹചര്യമുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്നുള്ളതാണ് ജനം പറയുകയും ചെയ്യുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മനോവീര്യം കെടുത്തുന്ന പ്രവൃത്തി എന്നുള്ളതാണ് പലരും പറയപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പൊതുവേദികളിലെത്തി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ തനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല, അതേപോലെ തന്നെ ചോദ്യം ചോദിക്കുന്നവരോട് മിണ്ടാതിരിക്കൂ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്നൊക്കെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രതികരണങ്ങൾ വീട്ടിൽ പോയി ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞ CPM പ്രവർത്തകൻ്റെ തന്നെ പ്രതികരണങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം കൊടികുത്തിയ ഒരു സഖാവാണ്. സഖാവിന് തന്നെയാണ് ഒരു പൊതുവേദിയിൽ ഇത്തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രതികരണം ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും CPM-നുള്ളിൽ തന്നെ പല നേതാക്കന്മാർക്കും ഈ ഒരു പ്രതികരണങ്ങളിൽ കല്ലുകടിയുണ്ട്. നേരിട്ട് PR വർക്ക് നടത്തി, അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഓരോ ദൃശ്യമാധ്യമങ്ങൾക്കും 1 മണിക്കൂറും 2 മണിക്കൂറും വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ PR വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള അഭിമുഖങ്ങൾ വന്നിരുന്നു. കേരളത്തിൻ്റെ NH-ലായിക്കോട്ടെ NC റോഡിലായിക്കോട്ടെ ഏത് റോഡുകളിലൂടെ പോയാലും LDF-ൻ്റെ പ്രചാരണ ഭാഗമായിട്ടുള്ള CM-ൻ്റെ ചിരിച്ച മുഖമുള്ള ഹോർഡിങ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കോടികൾ ഇറക്കി PR വർക്ക് നടത്തുന്നു, പ്രചാരണങ്ങൾ നടത്തുന്നു. പക്ഷേ മറുഭാഗത്ത് ഇത്തരത്തിൽ ജനങ്ങളോട് അറപ്പും ജനങ്ങളോട് ദേഷ്യവും കാണിക്കുന്ന മുഖ്യമന്ത്രി, അതേസമയം PR വർക്കിൻ്റെ ഭാഗമായി കുഞ്ഞുകുട്ടികളെ ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രി നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുകുട്ടികൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. മടിയിലിരുത്തി താലോലിക്കുന്ന മുത്തച്ഛനായി മാറുന്ന PR വർക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെയാണ് യഥാർത്ഥ രൂപം മുഖ്യമന്ത്രിയുടെ പുറത്തു വരുന്നത്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനം CPM-നുള്ളിൽ ഉണ്ടാകുന്നുണ്ട്, പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്, ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലായി മാറും. അന്യനും അമ്പിയുമാവുകയാണ് മുഖ്യമന്ത്രി, അല്ലേ? നമ്മൾ അന്യൻ സിനിമയിൽ കണ്ടതുപോലെ ഒരേ സമയം അന്യനാകും, കുറച്ച് കഴിയുമ്പോൾ അമ്പിയാകും. അങ്ങനെ ആ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ കാണുന്നത്. അതായത് പരസ്യ ബോർഡുകളിൽ ചിരിച്ച മുഖം, അതേസമയം പൊതുപ്രവർത്തകരെ കാണും അല്ലെങ്കിൽ അണികളെ കാണുമ്പോൾ, പൊതുജനത്തെ കാണുമ്പോൾ വളരെ അമർഷമാണ്, ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിക്ക്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം ഇനിയും 15 ദിവസം ബാക്കിയുണ്ടല്ലോ മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങ് കൂടുതൽ ധാർഷ്ട്യം കാണിക്കാനാണല്ലോ സാധ്യത. കാരണം ഓരോ ദിവസം കഴിയും തോറും പ്രചാരണം കൊടുമ്പിരി കൊണ്ടെന്ന് വരാം, കൂടുതൽ ഇടങ്ങളിലേക്ക് പോകേണ്ടി വരാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കുന്ന എങ്ങനെയെന്നൊരു ചോദ്യമാണല്ലോ ഉയരുന്നത്. ശാലിനി, ഇതിപ്പോൾ ഈ പ്രവർത്തകർ എന്താണ് പറയുന്നത്? പലപ്പോഴും CPM-നുള്ളിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ കടിച്ചമർത്താറാണ് പതിവ്, അല്ലെങ്കിൽ യോഗങ്ങളിൽ പറയാറാണ് പതിവ്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. എത്ര പേരാണ് എതിരഭിപ്രായം പറഞ്ഞ് പുറത്തേക്ക് കടന്നു വന്നത്? അപ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർ ഇത് അടക്കം പറയുകയല്ല, പരക്കെ പറയുകയാണ്, അല്ലേ? അത് പലർക്കും ഒന്നും പറയാൻ കാരണം മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും മുകളിൽ എന്നുള്ള ഒരു രീതി CPM-നുള്ളിൽ കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്, LDF-നുള്ളിൽ കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. കാരണം മുഖ്യൻ പറയുന്നതിനപ്പുറം ആരും അനങ്ങില്ല, ചിരിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്യൻ സിനിമയിലെ അമ്പിയെ പോലെയാണ്, ഒരിടത്ത് ചിരിക്കുന്നു, മറുഭാഗത്ത് ചെകിടത്തിട്ട് അടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ. അങ്ങനെ ആ ഒരു അഭിപ്രായത്തോട് ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ഭിന്നസ്വരങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർത്ത് പിടിക്കേണ്ട ഒരാളാണ്. ഒരു വകുപ്പ് മാത്രമല്ല, കുറേ വകുപ്പുകൾ നോക്കുന്നൊരു മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും ആളുകളെ ചേർത്ത് നിർത്തേണ്ട സമയമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അവിടെയാണ് യഥാർത്ഥ രൂപം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോടികളാണ് PR വർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഖജനാവിൽ നിന്ന്, ഈ ടാക്സ് അടയ്ക്കുന്ന സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്ന് ഇറക്കിയത്. ആ നികുതി പണം അടച്ച ഒരാളോട് പോലുമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഹോർഡിങ്സുകളിൽ ചിരിച്ച മുഖം, ഒപ്പം തന്നെ വായിക്കൊള്ളാത്ത ഡയലോഗുകൾ ഹോർഡിങ്സുകളൊക്കെ എഴുതി വെക്കുന്നു. കൂടാതെ തന്നെ പത്രമാധ്യമങ്ങൾക്ക് പ്രത്യേകം പരസ്യം നൽകുന്നു. കൂടാതെ ദൃശ്യമാധ്യമങ്ങൾക്കായി മണിക്കൂറുകൾ നീണ്ട പ്രസംഗങ്ങൾ. ഒരുപക്ഷേ പ്രസ് മീറ്റൊക്കെ നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ചോദ്യം ചോദിച്ചാൽ ഇഷ്ടമില്ലാത്ത ചോദ്യമാണെങ്കിൽ മറുപടി പറയാതെ ഇവിടെ നിർത്തുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന ആൾ മണിക്കൂറുകളോളം മാധ്യമങ്ങൾക്കും പല ചാനലുകൾക്കും മുൻപിലും ചിരിച്ച മുഖത്തോടു കൂടി ഇരുന്ന് സൗമ്യനായി ഉത്തരം പറയുന്ന മുഖ്യമന്ത്രി. ഇതൊക്കെ PR വർക്കിൻ്റെ ഭാഗമാണ്. എന്തായാലും എത്രത്തോളം PR വർക്ക് കേൾക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഹോർഡിങ്സുകൾ ഇറക്കിയാലും ചിരിച്ച മുഖത്തോടിരുന്ന് സംസാരിച്ചാലും ഒക്കെ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ജനം കാണുന്നുണ്ട്, ജനം അത് തിരിച്ചറിയുന്നുണ്ട്. അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ട്, ജനങ്ങൾക്കിടയിലും ഒരേ സമയം. ഏതായാലും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഒരു ദിവസം ഒരു വെടി പൊട്ടിക്കുന്നു, രണ്ടാമത്തെ ദിവസം മറ്റൊരു വെടി പൊട്ടിക്കുന്നു. ഇനി എത്രയോ വെടികൾ നമ്മൾ കാണാനിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വളരെ മാറിപ്പോയിരിക്കുന്നു.